മമ്മൂക്ക പ്രചാരണത്തിനായിട്ട് ഇറങ്ങുമോ പാലക്കാട്? മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെയെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ, അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ രാഹുൽ ഇറങ്ങുന്ന വെല്ലുവിളി DCC കാര്യമായി പിന്തുണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ ചോദിച്ചിട്ട് അടുത്ത 18 ദിവസം നീ രാഹുലിനെ പറ്റി മാത്രം ചോദിക്കുന്നുള്ളൂ. നമ്മൾ മമ്മൂക്കയിലെത്തി കാര്യങ്ങൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞാൻ ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്തത് അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. താങ്കൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കി സ്ഥാനാർത്ഥികളുടെ തർക്കം നിലനിൽക്കുകയാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ UDF-നെ ബാധിക്കും? അത് എല്ലാ പാർട്ടിയിലും ആശങ്കയുണ്ട്. ഇല്ല, എല്ലാ പാർട്ടിക്കും ഒരുപോലെയാണ്. ഒരുപക്ഷെ ഇത്രയും വിമതരുള്ള, ഇത്രയും തർക്കങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ വേറെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് UDF-നെ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രം പ്രശ്നമല്ല. സജീവമായി നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ പ്രചരണമൊക്കെ വരുമ്പോൾ താരപ്രചാരകരെ കാണാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടാവുമോ? അത് ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാൻ ആരെയും അങ്ങനെ നിർബന്ധിച്ച് അവിടെ എനിക്ക് പ്രചരണത്തിന് വരണമെന്നുള്ളത് പറയുന്നില്ല. പിന്നെ സിനിമയിൽ സജീവം എന്ന് പറയുന്ന അത്രയും പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ടെലിവിഷനും വേദിയിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. മണ്ഡലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുന്നതാണ് തെരഞ്ഞെടുപ്പിന് സമയത്ത്. അപ്പൊ ഇത്തവണ അവിടെ മാത്രം കേന്ദ്രീകരിക്കണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള? അവിടെ തന്നെ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കും. നമുക്ക് വളരെ പരിമിതമായ സമയമല്ല ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം. അവിടെയുള്ള എല്ലാവരെയും ഉള്ള സമയം കൊണ്ട് കാണണം എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ഞാൻ ഒരു കാര്യം ഇതിനിടെ പറഞ്ഞിട്ട്, ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇടയ്ക്ക് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊക്കെ എൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരും. ഞാൻ മമ്മൂക്കയോട് ചോദിക്കുന്നുള്ള പറഞ്ഞതുപോലെ ഇദ്ദേഹം ബാബുച്ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലല്ല രാവിലെ നടക്കാൻ ഇറങ്ങുമ്പം സീലിൻ്റെ പാടും സീലും കയ്യിലെടുത്തുകൊണ്ട് നടക്കും. കാരണം വഴിയിൽ ആൾക്കാർ റേഷൻ കാർഡിൻ്റെ ആവശ്യം പറഞ്ഞാൽ വഴിയിൽ വെച്ച് അത് സീൽ ചെയ്ത് കൊടുത്തും ഒപ്പിട്ട് കൊടുത്ത് നടക്കുന്ന ഒരു കാലം, 90കളിലെ കാലമാണ് പറയുന്നത്. അപ്പം ഒരു 10-30 വർഷക്കാലം ഒരു മണ്ഡലം നോക്കി നടന്ന ബാബുച്ചേട്ടനുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. എങ്ങനെയാണ് ജനങ്ങളോട് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരു മണ്ഡലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനേക്കാളും പാലക്കാട് എന്ന് പറയുന്ന എൻ്റെ ജന്മനാടും അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുക. ഈ സിനിമയിൽ എത്തുന്ന ആളെ ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് നമ്മുടെ കേരളീയ സമൂഹത്തോളം അക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെ ആശങ്ക ഈ മത്സരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു? സിനിമ ഒരു തൊഴിലായിട്ട് അങ്ങ് കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മളൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രമേ എത്രയോ അഡ്വക്കേറ്റുമാർ നിൽക്കുന്നു, ഡോക്ടർമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. അപ്പം അതൊരു ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രം കണ്ടാൽ മതി. ആദ്യം തൊട്ട് പറയാം, നിങ്ങൾ ഒരാളുമായിരുന്നു പിഷാരിന്റെ പേര് എഴുതി കൊടുത്തെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാലെന്ന് ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിക്കാൻ മാറി ഇപ്പം പാലക്കാടാണ്. ഈ പാലക്കാട് പിഷാടി പോയിക്കഴിഞ്ഞാൽ എത്രമാത്രം വിജയം ഉറപ്പിക്കാൻ പറ്റുമെന്നാണ് ഭാവിച്ചിട്ടുള്ള ഒരു? എനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം ഞാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് യാത്രയാക്കിയത്. ഇനി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് MLA ആയിട്ടായിരിക്കും, ഒരു സംശയമില്ല. അത് മാത്രമല്ല, പാലക്കാട് അവിടെ BJP ശക്തമായിട്ടൊരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി മത്സരിച്ചത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. കഴിഞ്ഞ 2 പ്രാവശ്യവും 3 പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിനും അതിനു മുമ്പും കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ലേ ജയിച്ചത്. 2 പ്രാവശ്യം ഷാഫിയും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലും അല്ലേ ജയിച്ചത്. അപ്പം അതുകൊണ്ട് അവിടെ വിജയസാധ്യതയ്ക്ക് ഒരു കുറവില്ല. പിന്നെ മറ്റൊരു കാര്യം, പിഷാരടിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഞാൻ പിഷാരടിയെ വിലയിരുത്തുന്ന ആളാണ് എപ്പോഴും. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് എന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വിലയിരുത്തലിൽ സാധാരണ ജനങ്ങളുമായി എത്രയും താഴെ തട്ടിൽ ഇടപെടുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് അദ്ദേഹം എൻ്റെ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണുന്നത്. പക്ഷെ അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് അദ്ദേഹം
നടന്നൊരു സാധാരണക്കാരനെ പോലെ ക്ഷേത്ര ദർശനത്തിന് പോകണം, ഇവിടെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നു. അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസി, തികഞ്ഞ ഈശ്വരവിശ്വാസിയാണെന്നുള്ളതോടൊപ്പം തന്നെ മറ്റെല്ലാ സമുദായക്കാരുമായിട്ടും സമൂഹങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി മാത്രമല്ല, ഒരു ഗ്രൗണ്ട് ടു ദ എർത്ത് എന്ന് പറയത്തില്ലേ, ആ രീതിയിലുള്ള ഒരാളായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ഉത്സവം നടക്കണോ, അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളൊരു വണ്ടിയിലാണ് പോകുള്ളൂ. അദ്ദേഹം ഇവിടെ നടന്ന് കുടുംബമായിട്ട് നടന്ന് അമ്പലത്തിലേക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു അവിടെ വിളിച്ചു വല്ലതും പറയണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം നടന്നു. വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഇദ്ദേഹം കുടുംബമായിട്ട് പോയാൽ. അപ്പം ഞാൻ അവിടെ ഭയങ്കര തിരക്കാണ്, വിളിച്ചു പറയണമെന്ന് ചോദിച്ചു, വേണ്ട എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അല്ലാത്ത സമയത്തെല്ലാം സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു തടസ്സമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. സാധാരണക്കാരുമായിട്ട് മറ്റ് എന്നെ പോലെ അല്ലെങ്കിൽ മറ്റെല്ലാ ആളുകളെ പോലെ തന്നെ ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റിയ ഒരാൾ തന്നെയാണ്, ഒരു സംശയമില്ല. താങ്കളുടെ പിൻഗാമിയായിട്ട് രമേശ് പിഷാരടി പേര് നിർദ്ദേശിച്ചിരുന്നോ, ആഗ്രഹിച്ചിരുന്നോ തൃപ്പൂണിത്തുറയിൽ? അതെ, ഇപ്പൊ പാലക്കാടല്ലേ നമ്മള്, പാലക്കാട് നിന്ന് ഡൈവേർട്ട് ചെയ്ത് അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറയിലെ കാര്യങ്ങള് സംസാരിക്കാൻ താല്പര്യം. അല്ല ഇപ്പൊ പാലക്കാടാണ് അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. അല്ല ഞാൻ ഇത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രിറ്റി എന്നുള്ളതല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിലെല്ലാം വരാൻ പല കലാകാരന്മാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം പിഷാരടി അങ്ങനൊരു നിലപാടായിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും എന്ത് പരിപാടികൾക്ക് പോകാൻ സന്മനസ്സുള്ള ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് പാലക്കാട് ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ തീരുമാനിച്ചില്ല, ആരോഗ്യം അനുവദിച്ചാൽ പോകും. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണ് പിഷാരടി. സ്വാഭാവികമായിട്ടും എം.എൽ.എ നിൽക്കുന്ന ബാബുചേട്ടൻ എന്താണ് പിഷാരടിക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? ആ ടിപ്സ് മൈക്കിൽ കൂടെ പറഞ്ഞാൽ ബാക്കിയുള്ള MLA-മാര് കേൾക്കും. ഞങ്ങൾക്ക് ഞാൻ ഉപദേശം നൽകേണ്ട കാര്യമില്ല. അദ്ദേഹം യഥാർത്ഥം പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ ഉപദേശിക്കാം, അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട്. ഏതായാലും ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നുള്ളത് അദ്ദേഹം കുറെ കാലമായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സഹപ്രവർത്തകരായ നിരവധി ആളുകൾ ഇപ്പോൾ മത്സര രംഗത്തേക്ക് വരികയാണ്. അപ്പൊ അവരോടൊക്കെ ഇപ്പൊ തൃപ്പൂണിത്തുറയിലടക്കം അങ്ങോടൊപ്പമുള്ള ആളുകളൊക്കെ തന്നെയാണ് വരുന്നത്. താരങ്ങളായ ആളുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സാഹചര്യമുണ്ട്. നല്ല പ്രവണതയാണോ? താരങ്ങളായ ആളുകൾക്ക് രാഷ്ട്രീയം കൊടുക്കുന്നതിന് നല്ല പ്രവണതയാണോ എന്ന് നമ്മൾക്ക് ഇവരെല്ലാം എന്തുമാത്രം പെർഫോം ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർ താരങ്ങളല്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അവരെ പലരെയും നമുക്ക് അറിഞ്ഞോളണമെന്നോ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ബാക്കിയുള്ളവർ താരങ്ങളല്ല, ഇവർ താരങ്ങളാണ് എന്നുള്ളതേ ഉള്ളൂ. ഇവർ എന്തുമാത്രം പെർഫോം ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് 10-40ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പ്രചരണത്തിനിറങ്ങിയും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പ്രചരണത്തിന് പോവുകയും ഭാരതിയോടോ യാത്ര നടന്നപ്പോൾ, ഭാരതിയോടോ യാത്ര ഇവിടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ യാത്രയൊന്നുമല്ല, എന്നിട്ട് പോലും ഇടതുപക്ഷം ഉൾപ്പെടെ അതിനെ പരിഹസിക്കുമ്പോൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും അതിൽ പങ്കെടുത്ത ഒരേ ഒരു കലാമേഖലയിലെ ആൾ ഞാനാണ്. ഒരേ ഒരാൾ, രണ്ടാമതൊരാൾ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തോന്നുന്നു. ഇനി ഞാൻ ഒരു കാര്യം ജയത്തിന്റെ ആരംഭം ഇനി സിനിമ അഭിനയം ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സിനിമയും രാഷ്ട്രീയവും ഇപ്പോഴെന്റെ ഏറ്റവും പ്രാധാന്യം പാലക്കാടുള്ള ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും തന്നെയാണ്. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ഒരു കാര്യം പറഞ്ഞു, ഈ പാലക്കാടും തൃപ്പൂണിത്തുറയും ഇപ്പൊ പാലക്കാടാണ് തൃപ്പൂണിത്തുറ. എന്നാലും ഒരു കാര്യം, രാഷ്ട്രീയപരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ഇപ്പൊ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കോൺഗ്രസിലെ പല നേതാക്കളും മത്സരത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട്. പ്രായം കൊണ്ട് ഒക്കെ വയ്യാത്തവരൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാണ്. ബാബുചേട്ടൻ അവരോട് എന്താണ് പറയുന്നത്? ഇപ്പൊ സുധാകരന്റെ വിഷയങ്ങൾ വലുതായിട്ട് ചർച്ച ചെയ്തു. ബാബുചേട്ടന് എന്താണ് പറയാൻ ഇത്ര രാഷ്ട്രീയ എക്സ്പീരിയൻസ്? അല്ല, അതിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഇപ്പോഴും പറയാം. എനിക്ക് കെ സുധാകരന്റെ സംഭാവനകളെ കുറിച്ച് യാതൊരു തർക്കമുള്ള ആളല്ല. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ഒരു കുറവുമില്ല, അതുകൊണ്ട് പറയണതല്ല. പക്ഷെ MP-മാര് മത്സരിക്കുന്നത്
ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഇവരിപ്പോൾ MP, ഞാൻ ഇതിനു പറഞ്ഞ കാര്യമാണ്, ഒരു MP അനുവാദം കൊടുത്താൽ മറ്റൊരു MP മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് സുധാകരൻ്റെ വലിപ്പം ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കേരളത്തിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചുമുണ്ട്. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹം MP-യുമാണ്. അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടി നേതൃത്വം ബാക്കി കാര്യങ്ങൾ, എനിക്ക് അദ്ദേഹത്തോട് ആദരവുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഈ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് എന്റെ അച്ഛനും അമ്മയൊന്നും പാലക്കാട് പ്രചരണത്തിനൊന്നും വരുന്നതായിരിക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ അവിടെ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം അവർക്ക് ചെറിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് പാലക്കാട് ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളുകളുടെ അതുപോലെ യൂത്ത് കോൺഗ്രസ് ബില്ലിന് വേണ്ട പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ 140 മണ്ഡലത്തിലും എല്ലാവരും ഏകപക്ഷീയമായിട്ട് ഒരാൾ മതി എന്ന് പറയുന്നത് ഒരു 2-3 മണ്ഡലങ്ങളുണ്ട്. ആരെ പറഞ്ഞാലും തത്തുല്യമായ അർഹതയുള്ള ആളുകൾക്ക് ഒരുപാടുണ്ടാകും. അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അവർ പറയുന്ന ആൾ മത്സരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കേന്ദ്രമില്ല, കേരളമില്ല, നമ്മുടെ എറണാകുളം കോർപ്പറേഷൻ പോലും ഇല്ലാത്ത സമയത്താണ് ഞാനിത് വളരെ ശക്തിയുക്തം പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസ് മുന്നിലേക്ക് വെക്കുന്ന ഐഡിയോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ PR സ്റ്റണ്ടുകൾ കൊണ്ടോ അല്ലാതെയോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ പറഞ്ഞ ഒരാൾ 4 പേരെങ്കിലും കേൾക്കുന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് തുറന്ന് പറഞ്ഞതും. അതുകൊണ്ട് വലിയ ദോഷങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞാൽ പല തെരഞ്ഞെടുപ്പ് എൻ്റെ പേര് അതിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഇനി 18 ദിവസവും പല ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10:15 ഇന്ന് വൈകിട്ട് അവിടെ പറഞ്ഞോ ഞാൻ ഇത്ര ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയോ കൈയടിക്ക് വേണ്ടിയോ പറഞ്ഞതല്ല. വളരെ ശക്തമായി നിൽക്കുന്ന ആളാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് മറ്റൊരു മുന്നണിയിൽ നിന്നും അങ്ങനൊരു ക്ഷണം ഉണ്ടായിട്ടില്ല. എല്ലാ മുന്നണികളും എനിക്ക് വലിയ സൗഹൃദങ്ങൾ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പെരുമാറ്റം കൊണ്ട്. പക്ഷേ പാലക്കാട് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു സമയത്ത് പാലക്കാടിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിരിക്കും. ഞാൻ ആ വിഷയത്തിൽ എന്റെ നിലപാട് എന്താണ് അതിന്റെ ഉത്തരമാണ് അല്പം മുമ്പ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്. ഇത് എപ്പോഴും മറുപടിയായിട്ട് അവിടെ ഒരു പ്രചാരണം. അതാ ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും പേര് നിൽക്കുക അവിടെ ഉള്ളവരോടാണല്ലോ പറഞ്ഞത്. അല്ല, ഈ വിഷയം എപ്പോഴും അതൊരു ബാധ്യതയായി മാറില്ലേ? അത് എപ്പോഴും ഒരു അതിനാണല്ലോ അതിനുള്ള ഉത്തരം. ഇത് ഈ 18 ദിവസവും ഈ ഒരു വിഷയം തന്നെ അല്ലല്ലോ ബാധ്യത. ഇതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. അതിന് നേതൃത്വം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് എൻ്റെ ഈ വിഷയത്തിലെ തീരുമാനം എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക്, മൊറാലിറ്റിയെ ബന്ധപ്പെട്ടോ വ്യക്തിപരമായോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം. അതിൻ്റെ ഗുണമോ ദോഷമോ അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളുടെ തുടർച്ച ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലെ എൻ്റെ കൃത്യമായ നിലപാട്.